ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾ ഈ കാണുന്ന സാധനം എന്താണെന്ന് മനസ്സിലായോ? ഇതിൻ്റെ പേര് നിത്യവഴുതനങ്ങ എന്നാണ്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ ഒരു സാധനം കാണുന്നത്. ഹസ്ബൻഡ് പുറത്ത് പോയി വരുമ്പോൾ വിത്ത് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ പാക്കറ്റിൽ ഇതിൻ്റെ ചിത്രമൊക്കെ കണ്ടപ്പോൾ ഞാനിത് വഴുതനങ്ങ തന്നെയാണോ എന്നാളോട് ചോദിച്ചു, തെറ്റി വാങ്ങിച്ചതാണോ? പക്ഷേ ഇത് നട്ട് വലുതായി വന്നപ്പോൾ കണ്ടില്ലേ തൂങ്ങി കിടക്കുന്നത്. നമ്മുടെ ഒരു വിരലിൻ്റെ അത്രയ്ക്ക് പോലും ഇതിൻ്റെ വലിപ്പം ശരിക്കും വരുന്നില്ല. പക്ഷെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. അപ്പം നമ്മളിതൊന്ന് കറി വെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കുറച്ചെണ്ണം ഉണ്ടായിട്ടുണ്ട്. ഇത് കുറച്ചധികം ഉണ്ടായാലേ ഒരു കറിക്കൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു 10-30 ഉണ്ടെങ്കിലും മിനിമം ഉണ്ടായാലേ നല്ലൊരു കറി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് ഇതൊക്കെ ഒന്ന് മുറിക്കുന്നുണ്ട്. ഇതിൻ്റെ ആ അറ്റത്തുണ്ട പോലെ ഇരിക്കുന്നില്ലേ, അതാണ് ഇതിൻ്റെ വിത്ത്. അതിൻ്റെ ഉള്ളിലുണ്ട് വിത്ത്. അപ്പം അത് മൂത്ത് വന്നാലാണ് നമുക്കത് പാവിയിട്ട് പുതിയതുണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആളിത് മുറിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നീണ്ടിരിക്കുന്ന സാധനം മാത്രമേ നമുക്ക് കറി വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാവുന്ന രീതിയിലാണ് വെക്കുന്നത്. ഒരാളവിടെ നോക്കിയിരിക്കുന്നുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് ഇപ്പം തന്നെ പഠിച്ച് കുറച്ച് വലുതായിട്ടൊക്കെ വേണം ഇത് ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുന്നതാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അവർ വലുതായി ഇതൊന്നും ചെയ്യാൻ പോണില്ല. കൂട്ടിന് നമ്മുടെ കുഞ്ഞു മീമികൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആൾ വേഗത്തിൽ റെഡിയാക്കാൻ തന്നെ നോക്കുന്നുണ്ട്. ഇതുണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് വേണം ജോലിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. നിങ്ങളിത് കണ്ടിട്ടുണ്ടോ ഈ സാധനം? ഞാൻ ആദ്യമായിട്ട് ഇത് കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നിയത്. ഇങ്ങനെയൊക്കെ വഴുതനങ്ങ ഉണ്ടാവും. ഞാൻ അമ്മോടും അച്ഛനോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് വഴുതനങ്ങയൊന്നും ആവില്ല, വേറെ എന്തെങ്കിലും പച്ചക്കറി ആയിരിക്കും, തെറ്റിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇല്ലെങ്കിൽ നഴ്സറിയിൽ പോയിട്ട് ഇതിൻ്റെ വിത്ത് ചോദിച്ചാൽ കിട്ടും. സംഭവം നല്ല ടേസ്റ്റാട്ടോ ഉണ്ടാക്കി വരുമ്പോൾ. പക്ഷെ ഞാനൊരു വട്ടം ഉണ്ടാക്കിയപ്പോൾ വലിയ ടേസ്റ്റൊന്നും ഉണ്ടായില്ല. പക്ഷെ ഹസ്ബൻഡ് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി. അതോടുകൂടി ഇതിൻ്റെ പാചകം ഞാൻ ഹസ്ബൻഡിൻ്റെ തലയ്ക്ക് ഇട്ടു. ഇനി ആൾ ചെയ്തോട്ടെ എന്ന് വെച്ചു. നമ്മൾ സാധാരണ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്ന പോലെയാണ് ചെയ്യുന്നത്. ചെറുള്ളി ഉപയോഗിക്കാം, അല്ലെങ്കിൽ സവാള ഉപയോഗിക്കാം. ഹസ്ബൻഡ് വേഗത്തിൽ സവാളയൊക്കെ അരിയുന്നുണ്ട്. പക്ഷെ എന്നെക്കൊണ്ട് ഇങ്ങനെയൊന്നും പറ്റില്ല. നമ്മളെ കൈ മുറിയും ഇങ്ങനെ ചെയ്താൽ. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ സവാള അതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി ഒന്ന് വഴണ്ട് വരണം. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് പെട്ടെന്ന് അങ്ങോട്ട് അറിയാത്ത രീതിയിൽ ഉള്ളിയുടെ ഒക്കെ പോലെ ഒന്ന് ഒതുങ്ങി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ മീമിക്കുട്ടന്മാർ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു ഫൈറ്റർ മെയിലും ഒരു ഫിമെയിലും ആണ്. അപ്പോൾ വഴറ്റി വന്ന സവാളയിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇടണം. ഒന്നുകിൽ അത് സവാളയുടെ കൂടി ഇടാം, അല്ലെങ്കിൽ വഴുതനങ്ങ ഇട്ടതിന് ശേഷം അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ആവശ്യമുള്ളവർ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി കേട്ടോ. പക്ഷെ മഞ്ഞൾപ്പൊടി ഇടുന്നത് നല്ലതാണ്. ഇവിടെ ഇപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടായതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. ഫെർട്ടിലൈസേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ഇടാത്തത്. പക്ഷേ ഫ്ലേവറിന് വേണ്ടിയിട്ടും മണത്തിന് വേണ്ടിയിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അതിലേക്ക് വഴുതനങ്ങ നിരത്തി ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ആ മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ വരുന്നതൊന്ന് മിക്സ് ചെയ്തിട്ട് വരണം. എന്നിട്ട് നമുക്കത് കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടാണ് നമ്മൾ മൂടി വയ്ക്കാൻ പോകുന്നത്. ഒരു 2 മിനിറ്റ് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ മൂടി വെച്ച മൂടിക്ക് ആവി പുറത്തേക്ക് വരാനുള്ള ഹോളൊന്നുമില്ല. അതുകൊണ്ടൊന്ന് ഇടയ്ക്ക് മൂടിയെടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ആവി അങ്ങോട്ട് നിന്നിട്ട് ചിലപ്പോൾ വല്ല പൊട്ടിത്തെറി ഉണ്ടായാലോ. ഇനി നമുക്കത് തുറന്ന് ഇളക്കിയെടുക്കാം. ഒരുവിധമൊക്കെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ വഴുതനങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിന് വഴുതനങ്ങ തോരൻ എന്നാണോ വഴുതനങ്ങ മെഴുക്ക് വരട്ടി എന്നാണോ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നിയത് ഒരു അച്ചാർ പോലെ തൊട്ട് കൂട്ടാൻ പറ്റണ ജസ്റ്റ് ഒരു കുഞ്ഞൊരു കറി. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയ കറിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. ബൈ കൂട്ടുകാരേ.